വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ, എൻ്റെ അനിയൻ്റെയും ബർത്ത്ഡേ ജൂലൈ തന്നെയാണ്. ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് വാപ്പയുണ്ട്. കുറേ ആയിട്ട് എൻ്റെ ആയാലും അനിയൻ്റെ ആയാലും ബർത്ത്ഡേക്ക് വാപ്പ ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അവൻ്റെ ആയതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ, പിള്ളേരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്ത് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അതൊക്കെ ഞാൻ പതിയെ കാണിച്ചു തരാം. വീട് മൊത്തം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അവൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ മാറ്റി നിർത്തി ഞാനും വാപ്പയും സേരയും കൂടിയിട്ടാണ് ഇതൊക്കെ ശരിയാക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ എടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണ്. ഇതൊരു ബൾബ് വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത്. അതേപോലെ പെയിൻ്റൊക്കെ ചെയ്ത് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഉമ്മ യൂട്യൂബ് നോക്കിയിട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ബോള് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. അത് മൊത്തം കളർ പേപ്പർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുള്ളതാണ്. ആക്ച്വലി കൊറോണ ടൈമിൽ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മക്ക് ബോറടിച്ചപ്പോഴാണ് തോന്നുന്നു ഇതുപോലെയൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് ചെറുതായിട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ അയക്കും. ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയക്കും. ഇതൊരു ഫ്രെയിം പോലെ ഉമ്മ ആക്കിയിട്ടുള്ളതാണ് ഫോട്ടോ വെച്ചിട്ട്. അതുപോലെ ഈ ഫ്ലവേഴ്സൊക്കെ ഇതിൽ ചിലതൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട്, എന്നാലും ഒട്ടുമിക്കതും അതായത് ഈ ഫ്ലവേഴ്സൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓറഞ്ച് റോസ് ഫ്ലവേഴ്സൊക്കെ. അതുപോലെ ഷോക്കേസ് മൊത്തം അതൊക്കെ തന്നെയാണ് അവസ്ഥ. ഓരോ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും ഫ്ലവർ വൈസ് അലങ്കരിച്ചിട്ടുള്ള പണികളും അങ്ങനെ നോക്കിയാൽ കാണാമല്ലോ. അത് മൊത്തം ഉമ്മയുടെ ആ ഒരു നൂല് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്, പേപ്പർ വെച്ചിട്ട് മുട്ടയുടെ ഒരു തോട് വെച്ചിട്ടുള്ളത്, ഇത് പിസ്തയുടെ തോട് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറേയൊക്കെ പഴയതായിട്ട് കളഞ്ഞിട്ടാ, കുറേ ഉണ്ടായിരുന്നു, ഒക്കെ പൊടി പിടിച്ചിട്ടൊക്കെ കളഞ്ഞ്. ഇതും എന്തൊക്കെയോ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ റിബണ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഒക്കെ രസമുണ്ട്. പിന്നെ ഉമ്മക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് ഓരോന്നുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരും. അപ്പോൾ അതൊക്കെ സൂപ്പറായി എന്ന് പറയുമ്പോൾ ഉമ്മക്ക് തന്നെ ഒരു വീണ്ടും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. നന്നായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കാണാനും രസമുണ്ട്. അപ്പോൾ ഉമ്മക്ക് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. ഉമ്മക്ക് ഒരു ലോഡ് സാധനങ്ങൾ ഉമ്മയുടെ കയ്യിലുണ്ട്, ഇങ്ങനത്തെ ഒരു കണസ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊന്നും ചെയ്യില്ല. ആരും ഇല്ലാത്തപ്പോഴാണ് ഇതൊക്കെ ചെയ്യുക. ഇപ്പോൾ ഞങ്ങളൊക്കെ ഉള്ള കാരണം ഉമ്മ ഫുൾ ബിസിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിനുള്ള ടൈമായി. കേക്ക് എൻ്റെ മൂത്തുമ്മയുടെ മോളാണ്, ചിന്നത്തെയാണ് കേക്ക് ആക്കിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ചോക്ലേറ്റാണ്. മെയിനായിട്ട് അവൻ്റെ ഫേവറേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഓവർലോഡാണ്, മീൻസ് വൈറ്റ് ക്രീം ഒട്ടും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് നീങ്ങുകയാണ്.